ധൃഷ്ടദ്യുമ്ന. ആജ്ഞാപിച്ചാലും പിതാവേ. ആ 5 ബ്രാഹ്മണന്മാർ ആഗതരാവുകയാണ്. പാഞ്ചാല രാജകുമാരിയെ അപമാനിക്കുക എന്ന ദുസ്സാഹസമാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത്. സൈന്യത്തെ സജ്ജമാക്കേണ്ടതാണ്. സൈനികരെ, ഉപയോഗയോഗ്യമല്ലാത്ത അന്നം ഉപേക്ഷിച്ച് കളയുന്നത് പാപകർമ്മമല്ല. ഇതേ പ്രകാരം അധർമ്മം പ്രവർത്തിക്കുന്ന ബ്രാഹ്മണരെ വധിക്കുന്നതും പാപകർമ്മമാകുന്നില്ല, പുണ്യം പ്രാപ്തമാകുകയും ചെയ്യുന്നതാണ്. സൈനികരെ, ഇന്ന് കാമ്പല്യത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന 5 ബ്രാഹ്മണരെയും വധിച്ചുകൊണ്ട് നമ്മളേവരും പുണ്യത്തിന് അർഹരാകുന്നതാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ധൈര്യമുണ്ടായത്? എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കാമ്പല്യത്തിലേക്ക് പ്രവേശിച്ചത്? നമ്മുടെ പുത്രിയെ ഇത്രയും ഭയാനകമായി അപമാനിച്ചതിന് ശേഷവും കാമ്പല്യത്തിൽ മാത്രമല്ല, സമസ്ത ആര്യാവർത്തത്തിൽ തന്നെ വസിക്കുവാനുള്ള അർഹത നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ദ്രുപദ മഹാരാജൻ, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ 5 ബ്രാഹ്മണ യുവാക്കളും മറ്റാരുമല്ല, ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരാണ്. മഹാരാജാവ് പാണ്ഡുവിന്റെ പുത്രന്മാർ. ആ നിൽക്കുന്നത് സാക്ഷാൽ അർജുനൻ. ഇദ്ദേഹത്തിന് ദ്രൗപദിയെ വിവാഹം ചെയ്തു നൽകണമെന്നത് അങ്ങയുടെ സ്വപ്നമായിരുന്നില്ലേ രാജൻ? ഇവർ പാണ്ഡവരാണെന്നോ? ബ്രാഹ്മണരുടെ വേഷത്തിൽ എന്തുകൊണ്ടാണ്? അസംഭവ്യമാണ്. മഹാരാജൻ, നമുക്കങ്ങയെ വിശ്വസിപ്പിക്കുവാനാകും. ഇവരെ ഇപ്പോൾ സ്വാഗതം ചെയ്യേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. നാം ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ പാണ്ഡവരാണെങ്കിൽ ഇവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കേണ്ടതാണ്. വാസുദേവ, ഹസ്തിനപുരത്തിലെ ഈ കുമാരന്മാർ പാഞ്ചാലത്തിൽ വന്നത് കന്യകയെ പ്രാപ്തമാക്കുവാനല്ലെന്നത് നിശ്ചയമാണ്. പാഞ്ചാല രാജ്യത്തെ അപമാനിക്കുവാനുള്ള ഭയാനകമായ പദ്ധതിയുമായാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മുടെ പുത്രി വളരെ വിശ്വാസത്തോടെയാണ് അർജുനന്റെ കണ്ഠത്തിൽ വരണമാല്യം ചാർത്തിയത്. അതിന് പകരമായി ആജീവനാന്തം അശ്രു പൊഴിക്കേണ്ടി വരുന്ന അപമാനമാണ് ദ്രൗപദിക്ക് നൽകിയിരിക്കുന്നത്. നാം ഇവരെ അംഗീകരിച്ചിരുന്നു വാസുദേവ. ഇവർ ധർമ്മം പാലിക്കുന്ന നായകരാണെന്ന് നാം വിശ്വസിച്ചു. എന്നിട്ട് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. ഈശ്വരൻ തന്നെയാണ് ഇവരെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചിരിക്കുന്നത് മഹാരാജൻ. ഇവർ നിരപരാധികളാണോ അല്ലയോ എന്നതിന് ഇപ്പോൾ യാതൊരു മഹത്വവുമില്ല. ഇവർ കാരണം നമ്മുടെ പ്രിയ പുത്രിയുടെ ജീവിതം ദുഃഖപൂരിതമായിരിക്കുകയാണ്.
5 സഹോദരന്മാരെ വിവാഹം ചെയ്താലും അവിവാഹിതയായി കഴിഞ്ഞാലും അവൾക്ക് ജീവിതകാലം മുഴുവൻ അപമാനം മാത്രമായിരിക്കും സഹിക്കേണ്ടി വരിക. ഇവർ കാരണമാണിത് വാസുദേവ, ഇവർ കാരണം മാത്രം. കാരണക്കാർ ഇവരല്ല മഹാരാജൻ, അങ്ങ് തന്നെയാണ് കാരണം. ദ്രൗപദി ജന്മമെടുക്കുന്ന വേളയിൽ അങ്ങ് ദ്രൗപദിക്ക് വേണ്ടി എങ്ങനെയുള്ള ഭാവിയാണ് ആവശ്യപ്പെട്ടത്? സ്മരിക്കേണ്ടതാണ് മഹാരാജൻ. സ്വന്തം പുത്രിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടതകൾ ആവശ്യപ്പെടുകയാണ്. അവൾക്ക് വിശുദ്ധിനെ സമസ്ത അശുദ്ധികളും പ്രാപ്തമാകേണ്ടതാണ്. എങ്കിലും അവൾ പരിശുദ്ധിയായി മാനിക്കപ്പെടണം. ഇങ്ങനെയുള്ള പുത്രിയെ നമുക്ക് നൽകുവാൻ സാധിക്കുമോ ദേവന്മാരെ? ഈ കന്യകയ്ക്ക് നിരന്തരം അപമാനം സഹിക്കേണ്ടി വരുന്നതാണ്. മാതാപിതാക്കളുടെ കർമ്മഫലങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ അങ്ങ് ദ്രൗപദിക്കായി ആവശ്യപ്പെട്ടിരുന്ന സമസ്ത ദുഃഖങ്ങളും അവൾ നിശ്ചയമായും അനുഭവിക്കേണ്ടി വരുന്നു. വേപ്പിൻ തൈ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഭാവിയിൽ അതിൽ നിന്നും മാമ്പഴം പ്രതീക്ഷിക്കുന്നത് എപ്രകാരമാണ് മഹാരാജൻ? എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് നിശ്ചയമായും സന്തോഷിക്കാം. സ്വന്തം ദുഃഖങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ദ്രൗപദി ആര്യവർത്തത്തിലെ സ്ത്രീരത്നങ്ങളുടെ മധ്യത്തിൽ സ്ഥാനം പ്രാപ്തമാക്കുന്നതാണ്. വരാൻ പോകുന്ന കാലചക്രം ദ്രൗപദിയെ പൂജിക്കുന്നതാണ് മഹാരാജൻ. ഇപ്പോൾ അങ്ങയുടെ 5 ജാമാതാക്കളെയും സ്വീകരിക്കേണ്ടതാണ്.